ജമാലിക്ക, ആളാരാണെന്ന് പറഞ്ഞാൽ പിടിക്കാം, എന്നിട്ടേ അകത്ത് പോകാൻ പറ്റും. ഓ, ഇതെല്ലാം കൂടി ഇന്ത്യൻ പാർലമെന്റിനെക്കാളും വലിയ കാവലാണല്ലോ പഠിച്ചോനെ. ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് കാണ ചങ്ങാതി. അതൊന്നും നടപ്പില്ല. നിങ്ങൾക്ക് കാണേണ്ട ആളിന് പേരില്ലേ? ആ പേരുണ്ട്, അബ്ദുള്ള. അബ്ദുള്ളയോ? അതാര്? അതല്ലേ, ഏതാണ്ട് അതുപോലെ ഒരു പേരാണ്. എന്താണ് എന്റെ നാവിന്റെ മുമ്പത്തെ തിരിഞ്ഞിട്ടുണ്ട്. അതാ ഇയാളാണ്. ഹാ, ഇദ്ദേഹമാണോ? അതിന് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇരിക്കങ്ങനെ വലിയ മറവിയാ. എന്താ ശങ്കുണ്ണിയാരെ, ഈ ശങ്കുണ്ണിയാരെ എപ്പോഴും ഇങ്ങനെ എന്റെ പേരങ്ങോട്ട് മറക്കുക. ശങ്കുണ്ണിയാര്? അതാരാ? പറയാം, വന്നേ. എന്റെ പൊന്ന് ജമാലിക്ക, ഒരു ഇത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ? നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞല്ലേ അനന്ത നമ്പൂരിന്ന്? ആ, നമ്പൂരി ആളാകെ വിനിയിക്കണല്ലോ. ആ, ഇത് ഒടുക്കത്തെ മിനുക്കാണ്. എന്ത് പറ്റി, കുഴഞ്ഞോ? കുഴഞ്ഞ് കൂഴ ചക്ക പോലായി. നമുക്ക് സംസാരിക്കാം. ആദ്യം നിങ്ങൾ പുറത്തൊരു മുറി എടുക്കി. എന്റെ അപ്പൊ എനിക്ക് കൊട്ടാരത്തിൽ താമസിച്ചൂടെ? ഇങ്ങോട്ട് വന്നാ മതി, നിങ്ങളുടെ ഈ ഹലാക്കിലെ ഭാഷയും കൊണ്ട്. നിങ്ങൾ സബൂറാക്കി ഒക്കെ സലാമത്താവും. ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി. നടന്നേ. ഇതിപ്പം വലിയ പുലിവാലായല്ലോ എന്റെ അബ്ദു. നമ്മൾ വിചാരിച്ച പോലെ പാവങ്ങളൊന്നുമല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാര്. ഒരു തന്തയുണ്ട്, ശകുനി. കണ്ണില്ലെങ്കിലും 1000 കണ്ണ. ചരടുവലി മുഴുവനും ആ കടൽ കിഴവന. ഇന്നാളൊരു ദിവസം ആ കിഴവൻ എന്നോട് രൂപമ പറഞ്ഞു. എനിക്കപ്പ അതിന്റെ അർത്ഥം പിടികിട്ടില്ല. ആലോചിച്ച് നോക്കിയപ്പോഴാ സംഗതി മനസ്സിലായത്. അതെന്താണ്? ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. അതുകൊണ്ട് ശിഖണ്ഡിയാകരുത്, ഇത് കലിയുഗമാണെന്ന്. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്ന്? അതൊരു പുരാണ കഥയാണ്. ഓ, അത് ശരി, പഴപുരാണാണല്ലേ. കിട്ടണ പൈസക്ക് മുഴുവൻ കിതാബ് വാങ്ങി വായിക്കുന്നതിന്റെ ഗുണം ഇവിടെ ആണല്ലേ. അല്ല, ഈ പുരാണത്തിൽ എന്താണ് ഇപ്പൊ ഇത്ര വലിയ അർത്ഥം? അർത്ഥോ? തമ്പുരാനെ ആരെ കൊണ്ടെങ്കിലും കൊല്ലിച്ചിട്ട് ശിഖണ്ഡിയെ പോലെ എന്നെ മുന്നിൽ നിർത്തിയ പോരെ? ഞാനാണ് കൊന്നതെന്ന് എല്ലാരും കൂടെ ചേർന്ന് മൊഴി കൊടുത്താൽ ഞാൻ പെട്ടോ? ചോദ്യം ചെയ്യുമ്പോ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതും കള്ളപ്പേരിലാണ് വന്നിരിക്കുന്ന അറിയുമ്പോഴാ. സംശയല്ല, അകത്താണ്. ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ജയിലില്. നല്ല ശാപ്പാടെന്നാ പറയണേ. കഴിഞ്ഞ ആഴ്ച നമ്മളെ കബീർ ദാദ റിമാൻഡിൽ ഇറങ്ങിയപ്പോ എന്നോട് പറയാ, മൂപ്പർക്ക് 2 നേരം നല്ല ബിരിയാണിയാണ് ജയിലിൽ കിട്ടിയത്. നിങ്ങൾ ചുമ്മാ ഇരിക്കേ. എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചതും പോരാ. നിനക്കൊരു നല്ല കാലം വരട്ടെ എന്ന് വിചാരിച്ചല്ലേ മോനെ ജമാലിക്ക് അങ്ങനെ ചെയ്തത്. ഇനി ഒന്നും നോക്കണ്ട. അങ്ങനെ വല്ലതും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് തടിയൊപ്പ. അത് ഞാൻ ആലോചിച്ച്. നമ്മൾ തടി തപ്പിന്നറിഞ്ഞ ആ നിമിഷം അവർ തമ്പുരാനെ കാച്ചും. എന്നിട്ട് നമ്മൾ കൊന്നിട്ട് പോയിന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ നമ്പൂരി. പറഞ്ഞിട്ടില്ലേ ഈ ബാപ്പ പറ്റിയർച്ചൊന്നും. പറഞ്ഞാൽ ഇമ്മനെ തല്ലും. ഞാൻ എന്ത് ചെയ്യുന്നു പറ. എടാ പൊന്നുമോനെ അബ്ദുള്ളേ, ഏതായാലും വന്ന് പെട്ടുപോയി. വന്ന് പെട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് കളം മാറ്റി ചവിട്ടിയാലോ? തമ്പുരാനെ കൊല്ലാനല്ല എനിക്ക് ചങ്കുറപ്പില്ലാത്തത്. വേണ്ട, നമ്മൾ തമ്പുരാനെ കൊല്ലണില്ല. അപ്പൊ അവര് കൊല്ലും, എന്നിട്ട് നമ്മുടെ പേര് കുറ്റവും വരും. അത് നമ്മൾ സമ്മതിക്കാൻ പോണില്ല. എന്ന് വെച്ചാ നമ്മൾ തടയും. എന്താ അതിനുള്ള ആണത്ത് അണക്കുണ്ടോ? ഉണ്ട്. മെന്നെ, നമ്മുടെ അനന്തൻ നമ്പൂതിരിയെ പറ്റി എന്താ എന്റെ അഭിപ്രായം? നല്ല ശാരീരാണ്. അതല്ലടോ, നമ്മളൊരു ഉദ്യോഗം കൊടുത്താൽ അയാള് സ്വീകരിക്കോ? വിഷമാണ്. ഈ കലാകാരന്മാരെ കൊണ്ട് ഉത്തരവാദിത്തത്തോടെ ഒരിടത്തിരുന്ന് എന്തെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒന്ന് പരീക്ഷിക്കണേ തെറ്റില്ല. വിശ്വസിക്കാവുന്നവനാണ്. പിന്നെ മറ്റു ചില കണക്കൂട്ടലുകളും ഉണ്ടെന്ന് വെച്ചോളൂ. അറിയാം അറിയാം. തനിക്കെങ്ങനെ അറിയാം? രാധികയുടെ കാര്യല്ലേ? എടോ ഭയങ്കര, താനൊരു ബുദ്ധിരാക്ഷസം തന്നെ. ഇവിടെ തിരുമേനി മുഖം കാണിക്കാൻ കാത്തു നിൽക്കണു. മുഖം കാണിക്കാൻ കാത്തു നിൽക്കേ? അയാൾക്ക് അകത്തേക്ക് വരാൻ അനുവാദം വേണോ? വരാൻ പറയൂ. അടിയൻ വേറൊരാളൂടെ ഉണ്ട്. ഓ, ഇതാ വരണം എന്നെ. ഓ, വരണ്ട് വരണ്ട്. ആരാ പുതിയ ആള്? ഇല്ലത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ശങ്കുണ്ണിയാര്. ഓ, എവിടെയാ വീട്? ഇല്ലത്തിനടുത്ത് തന്നെയാണ്. കൂട്ടിക്കൊണ്ടു പോകാനാണോ എത്തിയിട്ടുള്ളത്? ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല. വേണ്ട. ഇല്ലത്തെ
കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു. ആ അപ്പോ എന്റെ കൂടെ ഇവിടെ കുറച്ചു ദിവസം താമസിക്കുന്നതിൽ അങ്ങേക്ക് വിരോധമൊന്നുമില്ലല്ലോ? വിരോധോ? നല്ല കാര്യായി. താൻ വേണച്ചാ ഇല്ലത്തുള്ളവരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോളൂ, സന്തോഷമേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആ ഞാന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ആ. തന്നെയും വിളിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ഓ. ഇനിയിപ്പോ വേണ്ട. ആ രാത്രി കാണണം. ഉവ്വ. ആട്ടെ. ഓ വേണ്ടേ? ആ ഏ ആ നീ വന്നേ. എന്റെ നമ്പൂരിച്ച നിങ്ങൾ ആള് വിളഞ്ഞ വിത്ത് തന്നെ. ഒരു മഹാരാജാവ് നിങ്ങളെ കളിക്കൂട്ടിനെ പോലല്ലേ പെരുമാറുന്നത്? ഇത്രയും നല്ലൊരു മനുഷ്യൻ, മുഖത്തെ ആ തേജസ് കണ്ട. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞാണ് ശരി. ഏത് കൊലക്കൊമ്പം വന്നാലും പൊന്നൊരുക്കി തരാന്ന് പറഞ്ഞാലും ഈ മനുഷ്യനൊന്ന് നുള്ളി നോവിക്കാൻ ഒരുത്തനും തോന്നൂല. അല്ല നമുക്ക് മറ്റേ ചെയ്താന്റെ അടുത്ത് പോണ്ടേ? അത് രാത്രി. ഇപ്പൊ പറ്റൂലേ? എന്നാ പോവാ. പുതിയൊരു ആളുകൂടി ഉണ്ട് അല്ലേ? ഉവ്വ, എന്റെ സ്നേഹിതനും സഹായിയുമാണ്. എന്താണ്? എന്തോ പുതിയ പദ്ധതി പറയാനുണ്ടെന്ന് അറിയിച്ചത്. കൂട്ടായി ആലോചിക്കാം. അങ്ങനെ ആലോചിക്കാനുള്ള കാര്യമൊന്നുമില്ല. മൂപ്പർക്ക് കൊല്ലാൻ കഴിയില്ലെന്നാ പറയണേ. എന്ത്? അതെ, സത്യമാണ്. എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. ഞാനൊരു കൊലയാളി ഒന്നുമല്ല. പിന്നെ എന്തിനാണോ താൻ അഡ്വാൻസ് വാങ്ങി ഇങ്ങോട്ട് പുറപ്പെട്ടത്? ചേർക്കാനോ? രവിവർമ്മേ, അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ. അത്ര വിസ്തരിച്ച് വരാനൊന്നുമില്ല. ഞങ്ങൾ കൂറുമാറി അതന്നെ. നിങ്ങളല്ല, അയാൾ സംസാരിക്കട്ടെ. എനിക്ക് ആരെയും കൊന്നു പരിചയമൊന്നുമില്ല. പറ്റാവുന്നിടത്തോളമൊക്കെ ഞാൻ നോക്കി. പക്ഷെ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. പാവപ്പെട്ട ഒരു പാട്ടുകാരനാണ് ഞാൻ. കാശിന്റെ അത്യാവശ്യം കൊണ്ടാണ് ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടത്. വാങ്ങിയ കാശിൽ 1000 രൂപ എടുത്തിട്ടുള്ളൂ. ബാക്കി എന്തിനു ചേരാം. നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൂടെ? രണ്ടിനെയും കൊന്ന് കുഴിച്ചു മൂടിക്കളെ പട്ടികള്. കേശവപിള്ളേ, മൗനം വിദ്വാനുഭൂഷണം. വാളിനെ വാളുകൊണ്ടും അത്രത്തിനെ അത്രം കൊണ്ടുമാണ് നേരിടേണ്ടത്. കുട്ടികൾ പൊയ്ക്കോട്ടെ. ഉപമ പറഞ്ഞ് പിപ്പിരി കാട്ടൊന്നും വേണ്ട. ബോംബെയിൽ അനവധി രാധമാരുടെ തോള് കയറ്റി നടന്നിട്ടുള്ളവനാണ് ഈ ജമാല്. ഞാനും അങ്ങനെ തന്നെ. അതെ, അതുകൊണ്ട് അങ്ങനെ പേടിച്ചു പോകാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. തമ്പുരാനായിട്ട് കുറച്ച് കൂടുതൽ അടുത്തുപോയി. മാത്രമല്ല, പോകുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് വന്നതെന്നും എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശം ഒന്നും തമ്പുരാനോട് പറഞ്ഞിട്ട് പോകുന്നതല്ലേ അതിന്റെ മര്യാദ. പിന്നെ മര്യാദകള് എവിടെയും പാലിക്കണം. മാത്രമല്ല, ഉദയവർമ്മയുടെ കൂടെ കുറച്ചു നാൾ കൂടി രസിച്ച് താമസിച്ചിട്ട് പോയാ മതി. അപ്പൊ ഞങ്ങൾക്ക് പോകാലോ? പോയി വരും കുട്ടികളെ, പോയി വരും. മധുരം കൂടുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴെന്തായി? അവര് പ്രശ്നാവോ ചെറിയച്ച? ചരട് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഇനി വൈകണ്ട. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണല്ലോ എന്റെ ഈശ്വര. അന്നേ ഞാൻ പറഞ്ഞത് അബദ്ധാവും കേട്ടില്ല. ഇപ്പൊ ഉള്ളതും കൂടി ഇല്ലാണ്ടാവുമല്ലോ എന്റെ മാധവി. ഉള്ള നേരത്തെ രക്ഷപ്പെട്ട തടിയെങ്കിലും കേടാവാണ്ടേ സൂക്ഷിക്കാം. നമ്മൾ എങ്ങോട്ട് പോവും? കേറി കിടക്കാനൊരു വീടുണ്ടോ നിങ്ങക്ക്? ആ ജോനോ ചക്കൻ ഏട്ടനോട് എല്ലാ കഥയും പറയൂ. ആർക്കറിയാം? പറയില്ലാന്ന് സമാധാനിക്കാം. പറഞ്ഞാൽ അയാളും അബദ്ധത്തിലാവൂലോ. ഞാനാ മനുഷ്യരെ ഭയപ്പെടുത്തി കളഞ്ഞൂലോ. സുഭദ്ര ചെറിയമ്മ ചെറിയച്ഛന് സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടുക. ഏത് നിമിഷവും രക്ഷപ്പെടേണ്ടി വരും. നമുക്കും തയ്യാറായിരിക്കാം അല്ലേച്ചാ? തയ്യാറായിട്ട് എങ്ങോട്ടേക്കാ പോവാ?